കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രഥമോ ഹനുമന്നാമ ദ്വിതീയോ ഭീമ ഏവ ച പൂർണ്ണ പ്രജ്ഞസ്തുതീയസ്തു ഭഗവത് കാര്യസാധക. ഇന്നത്തെ ദിവസം മധ്വനോമി. ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ വർഷങ്ങൾ പഠിക്കുന്നു. പഠിച്ച ശേഷം ജീവനോപായത്തിന്റെ വഴി നോക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരാണ് മധ്വാചാര്യർ. അവർ കുറെ വർഷങ്ങൾ നമ്മളെ പോലെ തന്നെ പഠിക്കുന്നു. പഠിച്ച ശേഷം അതിനെ പ്രചാരം ചെയ്യുന്നു. പക്ഷേ അവർക്ക് പഠിച്ചത് തോന്നൂല. അതിനുവേണ്ടി വേദവ്യാസരുടെ അടുത്ത് പഠിക്കാൻ വേണ്ടി മറ്റേ പോന്നു. അല്ല, നമുക്കൊരു ചോദ്യം ഉണ്ടാകും, ആരാണ് ഈ മധ്വാചാര്യർ? എന്തിനാണ് ഇവിടെ അവതാരം നടന്നത് എന്ന് പറഞ്ഞാൽ, ഈ മധ്വാചാര്യരാണ് വായുദൈവത്തിന്റെ മൂന്നാമത്തെ അവതാരം. ഒന്നാമത്തെ അവതാരം ഹനുമന്തനാണെങ്കിൽ രണ്ടാമത്തെ അവതാരം ഭീമസേനായിട്ടായിരിക്കും, മൂന്നാമത്തെ അവതാരം മധ്വാചാര്യരായിരിക്കും. അല്ല, എന്തിനാണ് അവതാരം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കുറെ മതങ്ങൾ ഹരിസർവോത്തമത്വത്തിന് കുറെ വിഷയങ്ങൾ പല ഭിന്നാഭിപ്രായങ്ങൾ കാണും. അതിനെ ഏതാണ് ശരി ഏതാണ് തെറ്റ് പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരം നടന്നത്. അല്ല, ഈ അവതാരത്തിന്റെ ഒരു വിശേഷത്വമുണ്ട്. എന്താണെന്നാണ് പറഞ്ഞാൽ, ഏത് രഥപ്രീതയെ രജതപീഠ പുരാതിവാസി ദേവോ വിശേഷ പുരുഷം ശുഭസൂചനായ, ഏതേതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഒരു ശുഭസൂചന കാണും. ആ ശുഭസൂചനയായിട്ട് നമ്മളുടെ ഈ വേദവ്യാസ അവതാരത്തിന് വേണ്ടി വന്നത് അനന്തേശ്വരമാണ്. എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഉടുപ്പിയിൽ ബ്രഹ്മരഥോത്സവം നടക്കുന്നു. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മകരസംക്രമണം പറഞ്ഞാൽ മാഘമാസത്തിന്റെ 1-ാം തീയതി എന്നാണ് പറഞ്ഞാൽ അനന്തേശ്വര. ആ ദിവസം അനന്തേശ്വര ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ ആവേശമാവും. ആവേശമായിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെ നൃത്തം ചെയ്യുമോ അതേപോലെ ഒരു കമ്പിന്റെ മേളിൽ പോയിട്ട് നൃത്തം ചെയ്യും. നൃത്തം ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയും, ഇനി കുറച്ച് ദിവസങ്ങളിൽ ഒരു വായുദൈവത്തിന്റെ അവതാരമാവും എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറയും. അതേപോലെ ആ സമയത്ത് തന്നെ മത്യഗേഹഭട്ട പറഞ്ഞ് പിന്നെ വേദവതി ഈ ദമ്പതികളുടെ കുറെ വർഷങ്ങൾ അനന്തേശ്വരന്റെ അടുത്ത് തപസ് ചെയ്യും. ആ തപസ് ചെയ്തിന്റെ ഫലമായിട്ട് വിജയദശമി ദിവസം മധ്വാചാര്യന്റെ അവതാരം നടക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ 12 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാവും എന്തോന്നാണ് പറഞ്ഞാൽ, ഞാൻ ഗൃഹസ്ഥനാണെങ്കിൽ ഇല്ലെങ്കിൽ ബ്രഹ്മചാരിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി അവർ അച്യുത പ്രേക്ഷകരുടെ അടുത്ത് പോയിട്ട് സന്യാസി ദീക്ഷ വാങ്ങിക്കും. സന്യാസി ദീക്ഷ വാങ്ങിച്ചിട്ട് ഒരേ സ്ഥലത്തിരിക്കോ ഇല്ല, കുറെ സ്ഥലങ്ങളിൽ കറങ്ങി എവിടെയാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ വരും. കേരളത്തിൽ വന്നിട്ട് എവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനിക്കും. ആ ദർശിച്ചിട്ട് അവരുടെ ശിഷ്യറിനെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പഠിച്ച ശേഷം അവർ കുറെ സ്ഥലങ്ങളിൽ പോയി, കന്യാകുമാരി എവിടെ തീർത്ഥക്ഷേത്രം പറഞ്ഞ് പ്രസിദ്ധമായിട്ടുണ്ടോ അവിടെ എല്ലാവരും കറങ്ങും. അല്ല, കറങ്ങി മാത്രമാണോ നിന്നത്? അല്ല, അവര് കുറെ ഗ്രന്ഥങ്ങളല്ലേ എഴുതും. പ്രധാനമായിട്ട് 32 ഗ്രന്ഥങ്ങൾ അവർ എഴുതും. ആ 32 ഗ്രന്ഥങ്ങളിലാണ് ഇപ്പോഴും സർവമൂല ഗ്രന്ഥ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അല്ല, ഇത്ര മാത്രമാണോ ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ല. കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണനെ. അതിനെ കൂടി അവർ സ്ഥാപിച്ചിട്ട് ആരാരോ പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ തന്നെ 8 ശിഷ്യന്ദ്രനെ അവർ സ്ഥാപിക്കുന്നു. ആ 8 ശിഷ്യന്ദ്രാണ് ഇപ്പോഴും അഷ്ടമത്തിന്റെ എത്തികൾ പറഞ്ഞ് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കുറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ, ചെറിയൊരു ജീവിതത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് തോന്നും, ഞാൻ പഠിച്ചതെല്ലാം പോരാ പറഞ്ഞ് വേദവ്യാസരുടെ അടുത്ത് ദൊഡ്ഡപത്രി പറഞ്ഞ ഹിമാലയെക്കാട്ടി അപ്പുറത്ത് ഒരു പത്രിയുണ്ട്. ആ പത്രത്തില് അവർ വേദവ്യാസരുടെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ, ത്രിവിക്രമ പണ്ഡിതാചാര്യർ പറഞ്ഞ ഒരു എത്തി അവരുടെ ജീവിതകാലം പറഞ്ഞ മധ്വാചാര്യന്റെ ജീവിതത്തിനെ സുമധ്വ വിജയ പറഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ എല്ലാം വിവരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഈ ദിവസം നമുക്ക് വായിച്ചിട്ട് നമ്മൾ ആ മധ്വാചാര്യന്റെ അനുഗ്രഹം നേടാം. ആ മധ്വാചാര്യന്റെ അനുഗ്രഹം നേടിയ ഹരിന്റെ അനുഗ്രഹം കിട്ടും. ആ ഹരിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കിട്ടണം എന്ന് പറഞ്ഞ് എന്റെ ഈ 2 വാക്കുകളിലെ ഞാൻ ഉടുപ്പി ശ്രീകൃഷ്ണനെ സമർപ്പിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.